സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ശോചനീയാവസ്ഥയിൽ വീണ്ടും കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ഐസൊലേഷൻ സെല്ലുകൾ ജയിലിനേക്കാൾ മോശമാണ്. ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം ഇവിടെ നടക്കുന്നു. ആക്ഷേപങ്ങളിൽ സർക്കാർ 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി പറഞ്ഞു. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, എന്തായാലും ഗുരുതരമായ വിമർശനം വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞത്? ആര്യ, സംസ്ഥാനത്തെ 3 ജില്ലകളിലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചു വരികയാണ്. തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രം കൂടി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത്. കടുത്ത വിമർശനമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ജയിലിനേക്കാൾ മോശമായിട്ടുള്ള ഐസൊലേഷൻ സെല്ലുകളാണ് ഇത്തരം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലുള്ളത്. ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവിടങ്ങളിൽ നടക്കുന്നുണ്ട്. വലിയ മോശമായ സാഹചര്യത്തിൽ, അതായത് കൂടുതൽ മാനസികമായിട്ട് തകർക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് രോഗികൾ കൂടുതലും കഴിയുന്നത്. ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണതയുള്ള രോഗികളെ ഇങ്ങനെ താമസിപ്പിക്കാൻ പാടില്ല. ഡോക്ടർമാരെയും നഴ്സുമാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. പക്ഷേ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇത്തരം കേന്ദ്രങ്ങളിൽ സർക്കാർ ഒരുക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി മുൻപാകെ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരം പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശോചനീയാവസ്ഥയിലും സമാനമായിട്ടുള്ള നിലപാടും വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. സർക്കാർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പാചകക്കാരെയാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഈ പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. 4 ആഴ്ചയ്ക്ക് ശേഷം ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു മറുപടി രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ആര്യ, യെസ്, വ്യക്തമാണ്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.